അനിമോൾ നമ്മുടെ നെവിനെ വിളിച്ച് അടുത്തിരുത്താണ്. അടുത്തിരുത്തിയിട്ട് നെവിൻ്റെ കൈയൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അനുമോൾ പണ്ടൊരു ടാസ്കിൻ്റെ ഇടയിൽ, പാവ ടാസ്കിൻ്റെ ഇടയിൽ നെവിൻ്റെ കൈയെല്ലാം ആന്തി പറിച്ചായിരുന്നു. അപ്പോൾ അത് നോക്കുക. അപ്പോഴത്തേക്ക് നെവിൻ പിന്നെ എല്ലാം ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ അവളൊരു നന്മമരം കളിക്കാൻ വരുന്നു. ഇതൊക്കെ നാണം ഉണ്ടോടി? നെവിൻ്റെ ഒരു നോർമൽ ഒരു സ്ഥിരം ഡയലോഗ് ഉണ്ടല്ലോ, അത് വെച്ച് കാഴ്ചയാണ്. അപ്പോൾ അനുമോൾ ചിരിക്കുകയാണ്. എത്ര പാവ എടുത്തോളാം നീ എൻ്റെ? ഞാൻ കുറേ എടുത്തു, ഒരെണ്ണം എടുത്തോളാം എന്നൊക്കെ പറയുന്നു. പറഞ്ഞു ഒരെണ്ണം എടുത്തോളാം, നീ കുറേ എടുത്തല്ലോ. ഇല്ലടി ഞാൻ ഒരെണ്ണം എടുത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവസാനം കൈയെല്ലാം ആദ്യം പറിച്ചിട്ട് ഇപ്പോൾ അവളൊരു നന്മമരം കാണിക്കാൻ വന്നേക്കുന്നതെന്നൊക്കെ പറയുന്നത്. അപ്പം പുറത്തിറങ്ങിയിട്ട് നമ്മളെയൊക്കെ വിളിക്കുമോ? കാരണം ഇവർ തമ്മിലൊരു ഡീലുണ്ട് കേട്ടോ, ഉദ്ഘാടനത്തിന്. കാരണം അനുമോൾക്ക് ഒരുപാട് ഉദ്ഘാടനം കിട്ടത്തില്ലേ, അപ്പോൾ അത് വിളിക്കണം എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ അനുമോൾ പറയാടാ, നിനക്ക് ഇതിൻ്റെ വിചാരമുള്ളൂ, അത് വിടടാ. നാട മുറിക്കിച്ചിട്ട് കിട്ടുന്ന പൈസയില്ല, ഞാനതങ്ങോട്ട് വേണ്ടെന്ന് വെക്കുമെന്ന് നെവിൻ പറഞ്ഞു. അപ്പോൾ അനുമോൾ പറഞ്ഞ നാട മാത്രം മുറിച്ചാൽ പോരാ, 1-2 മണിക്കൂർ അവിടെ നിൽക്കണം. അപ്പം നെവിൻ പറഞ്ഞാൽ പിന്നെ 1-2 മണിക്കൂർ എന്തിനാ ആക്കുന്നത്? ഞാൻ എത്ര നേരം വേണമെങ്കിലും നിൽക്കും, ഞാൻ അവിടെ വേണമെങ്കിൽ കിടക്കും രാത്രി വരെ കിടന്നിട്ട് നീ എന്തോ ചെയ്യാനാ? അത് പിന്നെ ഞാൻ അവിടെ പോയിട്ട് അന്തക്ഷരി കളിച്ചുകൊണ്ടിരിക്കും. അപ്പം അനുമോൾ അയ്യോ നമ്മുടെ വില കളയല്ലേ, നമുക്കൊരു വിലയുള്ളതാ. അപ്പോഴത്തേക്ക് നെവിൻ പറയണേ, എനിക്കെങ്ങാണ്ട് വയനാട്ടിലോ അവിടെ എങ്ങാണ്ട് പോകണം, അവിടുത്തെ ആൾക്കാരുടെ നിന്നാണ് എനിക്ക് സ്നേഹം കിട്ടേണ്ടത്. അവിടുത്തെ ആൾക്കാർക്കൊക്കെ ഭയങ്കര സ്നേഹമാണ്. എന്നെ അറിയാവുന്ന ഒരു ആൻറ്റി ഉണ്ട്, മിനി ആൻറ്റി. ആൻറ്റിയുടെ അടുത്തു നിന്ന് ആൻറ്റിയൊക്കെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരാം എന്നൊക്കെ നമ്മുടെ അനുമോളുടെ അടുത്ത് പറയാണ്. അതേപോലെ അനുമോൾ ആദില നൂറയെക്കുറിച്ച് പറയുന്നുണ്ട്. ഞങ്ങളുടെ 3 പേരും ഭയങ്കര ആഗ്രഹമായിരുന്നു അതിലൊരാളെങ്കിലും ഫൈനൽ 5 വരണമെന്ന്. 100 വരും, അല്ലെങ്കിൽ 100 ഇപ്പോൾ പോകും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പം നെവിൻ ചോദിച്ചപ്പോൾ ഞാൻ പോകുമെന്നാണ് പ്രതീക്ഷിച്ചത്. അറിയില്ലല്ലോ നമുക്ക്. പക്ഷേ 100യുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം വന്നെന്ന് അനുമോൾ പറയുന്നുണ്ട്. നീ ഫൈനൽ 5 എത്തുമായിരുന്നോടാ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നിനക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ നെവിൻ പറയുന്നുണ്ട്, എനിക്ക് ആദ്യമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ 80 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഉറപ്പിച്ചു. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഇച്ചിരി പേടിച്ചു. ഇന്നലെ മിഡ് വീക്ക് എവിക്ഷനൊക്കെ വന്നപ്പോൾ ഞാൻ ഓൾറെഡി എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഓ അവർക്കൊക്കെ പാവം തോന്നി കാണും പ്രേക്ഷകർക്ക്. അപ്പം നെവിൻ പറഞ്ഞാൽ, നീ കാണിച്ച ഡ്രാമ ഇവിടെ എല്ലാവരും കണ്ടതല്ലേ, നീ ഒരു എവിക്ഷന് പോലും നീ ഇതുവരെ നിൻ്റെ പെട്ടി ഫുൾ പാക്ക് ചെയ്തിട്ടില്ലല്ലോ അനുമോളെന്ന് ചോദിക്കുമ്പോൾ അനുമോൾ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അനുമോൾ പറയാണ്, ലാസ്റ്റ് വട്ടം ലാലേട്ടൻ വന്ന് നിന്നെ വഴക്ക് പറഞ്ഞ സമയത്ത് ഞാൻ ഉറപ്പായിട്ടും വിചാരിച്ചു നീ ആ പോകുന്നതെന്ന്. പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോൾ എൻ്റെ വീട്ടുകാരും എല്ലാവരും വന്നപ്പം എനിക്ക് മനസ്സിലായി, ലാലേട്ടൻ എല്ലാ ആഴ്ചയിലും ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്നത് എന്നെയല്ല. എന്നിട്ട് ഞാനിവിടെ നിൽക്കുന്നില്ലേ. അപ്പം ഇവരെങ്ങനെയാണ് നമ്മളെ പോർട്രേ ചെയ്യുന്ന പോലെ ഇരിക്കും. പിന്നെ ചില ആൾക്കാർക്കൊക്കെ നമ്മളെ ഇഷ്ടപ്പെടും. എൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോഴും ഷിയാസിക്ക വന്നപ്പോഴും ഒക്കെ എനിക്ക് പുറത്ത് നല്ല നെഗ്ഗാണെന്ന് പറഞ്ഞായിരുന്നു. അതേപോലെ പ്ലാച്ചിയൊക്കെ വെച്ച് കളിക്കുന്നതൊക്കെ നെഗ്ഗാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ മസ്താനി വന്നപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് പുറത്ത് കുറച്ച് നെഗറ്റീവ് ഉണ്ടെന്ന്. പിന്നെ ഈ റീ എൻട്രി വന്നപ്പോൾ പറഞ്ഞു എനിക്ക് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ അക്ബർ ചായ ഇട്ടുകൊണ്ട് കൊടുക്കുകയാണ് അനുമോൾക്കും അതേപോലെ നെവിനും. അപ്പോൾ അനുമോൾ പറഞ്ഞു, അയ്യോ ആദ്യമായിട്ട് അക്ബർ എനിക്ക് ചായ ഇട്ടുകൊണ്ട് തരുന്നത്. അപ്പോഴത്തെ നെവിൻ അവിടെ ഇരുന്ന്, അക്ബറെ അനുമോൾക്ക് ചായ ഇട്ടുകൊണ്ട് നീ കൊടുത്തതിന് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറയും.